Hi friends, welcome to my channel. അപ്പോൾ ഞാൻ ഇന്ന് പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരു ഇലക്ട്രിക്കൽ ഹാൻഡ് ബീറ്റർ എങ്ങനെ സ്വന്തമായിട്ട് കുറഞ്ഞ ചിലവിൽ വീട്ടിൽ നിർമ്മിക്കാമെന്നുള്ള വീഡിയോയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ കാണുക. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി നമുക്ക് കൈകൊണ്ട് ബീറ്റ് ചെയ്യാവുന്ന ഒരു വിസ്കാണ്, പിന്നെ ഒരു DC മോട്ടർ 9 വോൾട്ടിൻ്റെ DC മോട്ടറാണ് പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. 1.25 ഇഞ്ചിൻ്റെ PVC പൈപ്പ്, അതായത് ഒരു 10 അല്ലെങ്കിൽ 15 സെൻറ്റിമീറ്റർ. 1.25 ഇഞ്ചിൻ്റെ 2 PVC എൻഡ് ഗ്യാപ്പും, ബീറ്റർ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി ഒരു സ്വിച്ചും, ഒരു DC ഫീമെയിൽ അഡാപ്റ്റർ. നമുക്കിത് മോട്ടർ ഈ എൻഡ് ഗ്യാപ്പിലേക്ക് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യണം. അപ്പോൾ അതിന് സ്യൂട്ടായിട്ട് വരുന്ന ഹോളുകൾ മോട്ടറിൻ്റെ മെഷർമെൻറ്റ് നോക്കിയിട്ട് നമുക്കതിലെടുക്കണം. അപ്പോൾ ഞാനിത് മോട്ടറിലേക്ക് വരുന്ന ഹോളുകൾ സോൾഡറിംഗ് അയൺ ഉപയോഗിച്ച് ഹോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ 2 സ്ക്രൂ ഇടാനുള്ള ഹോളുകളുമുണ്ട്. ഇപ്പോൾ ഞാനതിലേക്ക് സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്യുകയാണ്. അടുത്ത് നമുക്ക് ഈ സ്വിച്ച് നമുക്ക് ഈ PVC പൈപ്പിൽ കണക്ട് ചെയ്ത് ഫിക്സ് ചെയ്യണം. അതിനുവേണ്ടി അതിന് ആപ്റ്റായിട്ടുള്ളൊരു ഹോൾ എടുക്കുക. ഞാൻ ആപ്റ്റായിട്ടുള്ള ഹോൾ എടുത്തിട്ടുണ്ട്. നമുക്ക് സ്വിച്ച് വെച്ച് നോക്കാം. ഓക്കെയാണ്. ഞാൻ മോട്ടറിൻ്റെ 2 ടെർമിനൽ വയർ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ വയറും മോട്ടറും കൂടി നമുക്ക് ഈ പൈപ്പിനുള്ളിലൂടെ കയറ്റി നമുക്ക് മോട്ടർ പ്രോപ്പറായി ഫിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ 2 കേബിളിൽ ഏതെങ്കിലും ഒരു വയർ ആ സ്വിച്ചിൻ്റെ ഹോൾ വഴി പുറത്തേക്ക് ഇടുക. അതിനുശേഷം നമ്മുടെ എൻഡ് ഗ്യാപ്പിൽ ഫീമെയിൽ അഡാപ്റ്റർ ഫിക്സ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ മോട്ടറിൻ്റെ 2 വയറുകൾ ഫീമെയിൽ അഡാപ്റ്ററിൻ്റെ 2 വയറിലാക്കി സോൾഡർ ചെയ്തെടുക്കാം. പിന്നെ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായി സ്വിച്ചിൻ്റെ അവിടെ വരുന്നത് വയർ കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് ആ സ്വിച്ച് ആ 2 വയർ സോൾഡർ ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഫിക്സ് ചെയ്യുക. ഇപ്പോൾ സ്വിച്ചിൻ്റെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ എൻഡ് ഗ്യാപ്പും ഇൻസുലേഷനൊക്കെ ഒട്ടിച്ചിട്ട് അതിനകത്തോട്ട് വയറെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് എൻഡ് ഗ്യാപ്പ് ക്ലോസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മെഷീൻ്റെ ഏകദേശം ആയിട്ടുണ്ട്. അതിനുശേഷം വിസ്കിൻ്റെ ഹാൻഡിൽ വരുന്ന ഭാഗം നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വലിച്ചെടുക്കാവുന്നതാണ്. ഒരു സ്കെച്ച് പെന്നിൻ്റെ ഭാഗം, അതായത് സ്കെച്ച് പെന്നിൻ്റെ നിബിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് മോട്ടറിൻ്റെ ഷാഫ്റ്റിലേക്ക് കണക്ട് ചെയ്യുക. ഇപ്പം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് മോട്ടറിൻ്റെ ഷാഫ്റ്റിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഞാനിത് കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വിസ്കിലൊരു ഹോൾ ഇട്ടിട്ട് അതിലേക്ക് ഈ ഷാഫ്റ്റ് നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് കയറ്റാം. അതിനുശേഷം നമുക്ക് ഫെവിക്വിക്ക് അല്ലെങ്കിൽ ഫ്ലെക്സ് ക്വിക്ക് ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും, ഇളകി പോകത്തുമില്ല. അടുത്ത് നമുക്ക് DC സപ്ലൈ കൊടുത്തിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ DC സപ്ലൈ 9 വോൾട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കത് കൊടുത്തിട്ട് സ്വിച്ച് ഓൺ ആക്കി വെക്കാം. ഇപ്പോൾ നല്ലതുപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് മാവ്, മുട്ട, അതുപോലെ ക്രീംസ് ഇതെല്ലാം നമുക്ക് ഈ ബീറ്റർ ഉപയോഗിച്ച് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളും ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും വീഡിയോ കണ്ടല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. തുടർന്നും എൻ്റെ ചാനലിലെ വീഡിയോസ് കാണുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണുന്നതുവരെ ഗുഡ് ബൈ.